നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ ജ്യൂസ് എടുത്തോണ്ടോന്നേ. അതെ, പറഞ്ഞില്ല, ജ്യൂസ് എത്തിക്കഴിഞ്ഞു. ഏട്ടൻ പഴയതിന്ന് ഫുള്ളായി മാറിയെന്ന് അബേട്ടന് തോന്നുന്നുണ്ടോ? പിന്നെ മാറ്റമൊക്കെ ഉണ്ട്. മറ്റേത് ഇങ്ങനെ എങ്ങനെ ആണോ? കാർട്ടൂൺ ചാനലും മിക്കി മൗസും ഇപ്പൊ ഒക്കെ മാറിയില്ലേ? അമ്മേ, ഞാൻ നിങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചല്ലേ. സോറി അമ്മേ. എന്തിനാടാ സോറി? കുഞ്ഞുനാള് മുതലേ നിന്നെ വയറ്റിക്കൊണ്ട് നടന്നപ്പോ അവിടെ കിടന്ന് നീ എന്നെ ഒരുപാട് ചവിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ കയ്യിലോട്ട് കിട്ടിയപ്പോഴോ ഒന്ന് ഉറങ്ങാൻ സമ്മതിച്ചിട്ടുണ്ടോ? ദേ, കരച്ചിലോട് കരച്ചിലായിരുന്നു. അതൊക്കെ എന്റെ ഓർമ്മയില്ലാത്ത കാലത്തല്ലേ. അതെ, ഇത് നിനക്ക് ഓർമ്മയില്ലാത്ത കാലത്തല്ലേ സിദ്ധു? നീ എന്നോട് എന്തിനാ മാപ്പ് പറയുന്നേ? ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നേ. അതുകൊണ്ട് എന്റെ മോന് ഒരു വിഷമവും വേണ്ട, ഒരു സോറിയും പറയണ്ട. അമ്മേ, ഞാൻ കുറച്ചേരം അമ്മയുടെ മടി കിടക്കട്ടെ. ഇനി കഴിഞ്ഞതൊന്നും ഓർത്തു മോൻ വിഷമിക്കണ്ട. കാറിൽ വെച്ച് നിനക്ക് തലവേദന വന്നത് ഓർമ്മയില്ലേ? വേണ്ടാത്തതൊക്കെ മറക്കാനാ ദൈവം മനുഷ്യന് മറവി തന്നത്. അത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തെ. ആ ആന്റിക് വളയില്ലേ, വന്നാലോടെ നമ്മള് സ്മൃതിക്ക് പ്രസന്റ് കൊടുക്കണമെന്ന് വിചാരിച്ചല്ലേ. ഞാനത് മറന്നു. ഇങ്ങനെ കഴിഞ്ഞ ദിവസം എന്റെ മടിയിൽ കിടന്ന നീ മാലാഖയെ സ്വപ്നം കണ്ടു. വളയെടുത്ത് നെഞ്ചിൽ ചേർത്ത് വെച്ച് മാലാഖയെന്ന് വിളിച്ചു. ചില ഓർമ്മകൾ മറക്കാനും പാടില്ല. മൂന്ന് ദിവസമായല്ലോ താൻ ഓഫീസിൽ വന്നിട്ട്. എന്തു പറ്റി? സർ, കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സാറിനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ സ്വർണ്ണമ്മയ്ക്ക് കൊടുക്കാനുള്ള പൈസയെ പറ്റി? അവരെ മോനും കൂടി വീട്ടിൽ വന്ന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഒന്നുകിൽ പൈസ തീർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ദേവികേച്ചി അവരുടെ മോനെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന്. ആ, അത് കൊള്ളാലോ. എനിക്കറിയാൻ രാമോദരനെ. ആളൊരു ഗജ ഫ്രോഡാ. വെറുതെ തന്നെ തല വെച്ചെടുക്കരുത്. ഇല്ല സർ, പറ്റില്ലെന്ന് തീർത്ത് പറഞ്ഞു. വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. പോലീസ് ഇടപെട്ട് പ്രമാണമൊക്കെ തിരിച്ചു വാങ്ങി തന്നു. വീട് വെച്ച് സ്വർണ്ണമ്മയുടെ കടം തീർക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. ഓ, അത്രയ്ക്ക് രൂക്ഷമാണല്ലേ പ്രശ്നം? വീട് വിൽക്കാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ലേ? 5 രൂപ പലിശയാ. മാസം പലിശ കൊടുക്കുന്ന തന്നെ വളരെ ബുദ്ധിമുട്ടിയിട്ടാ. ഞങ്ങള് വന്നത് തന്നെ സാറിന്റെ ഒരു ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ടാ. ഞങ്ങളുടെ ആ വീട് വെക്കാൻ സാർ ഞങ്ങളെന്ന് ഹെൽപ്പ് ചെയ്യണം. എന്നെ കൊണ്ട് തന്നെ ദ്രോഹം ചെയ്യിപ്പിക്കണോ? ഹിൽ ടോപ്പിലല്ലേ ആ വീട്. മേഘമല മൊത്തത്തിൽ അവിടെ നോക്കിയാൽ കാണാൻ പറ്റുമല്ലോ. പിന്നെ അടുത്തൊരു വെള്ളച്ചാട്ടമൊക്കെ ഇല്ലേ? എന്റെ ഓർമ്മയിൽ ആ വീടൊക്കെ ഉണ്ട്. അച്ഛൻ ആശിച്ചു വെച്ച വീടാ. കംപ്ലീറ്റ് ചെയ്ത് കാണാൻ പറ്റിയില്ലെങ്കിലും അച്ഛനെ അടക്കിയ മണ്ണത്. അത് വിട്ടുപോകാൻ മനസ്സുണ്ടായിട്ടൊന്നുമല്ല. എനിക്കറിയാം, കാര്യങ്ങളൊക്കെ ഗോപിക പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഞാൻ ഉറപ്പ് തരാം, എനിക്ക് ഒരു ലാഭവും വേണ്ട. മാക്സിമം വിലയിട്ട് ഞാനിത് എടുത്തോളാം. മറച്ചു വയ്ക്കാനൊന്നുമല്ല കേട്ടോ, തൽക്കാലം നിങ്ങളെ സഹായിക്കാം. അതാ എന്റെ ലക്ഷ്യം. താങ്ക് യു സർ. ഏതായാലും ഡോക്യുമെന്റ്സ് ഒക്കെ കൈ കിട്ടിന്നല്ലേ പറഞ്ഞത്. ഗോപിക അതും കൊണ്ടുപോവാ. എത്രയും പെട്ടെന്ന് അത് ഞാൻ ശരിയാക്കി തരാം. ഇപ്പോ തൽക്കാലം ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടോ? ഒന്നും വേണ്ട സർ, ഇതന്നെ വലിയ സഹായ. ഗോപിക പറഞ്ഞപ്പോ ഇത്ര പെട്ടെന്ന് നടക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ സർ. വീട് വിറ്റിട്ട് എങ്ങോട്ട് പോകാനാ നിങ്ങളുടെ പരിപാടി? ഒന്നും തീരുമാനമായിട്ടില്ല. താങ്ക് യു സർ. ഞങ്ങളെന്ന് ഇറങ്ങിക്കോട്ടെ. ശരി സർ. കുറച്ചുകൂടെ കഴിക്കേ. കുട്ടേട്ടന്റെ ഫേവറേറ്റ് ഉണ്ണിയപ്പം ചൂടോടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്.
ഇത് മറ്റാർക്കും ഇല്ല, കുട്ടേട്ടന് മാത്രം. ഓൺലി ഫോർ എന്റെ കുട്ടേട്ടൻ. ഉണ്ണിയപ്പോ എന്റെ ഫേവറേറ്റ് ഡിഷോ? ആരാ നിന്റെ അടുത്ത് പറഞ്ഞേ? എനിക്കൊന്നും വേണ്ടേ, അങ്ങോട്ട് നീക്കി വെച്ചോ. അത് മാത്രല്ല, എന്റെ തടി കൂടിയാണ്ടില്ലേ, അത് കുറയ്ക്കാൻ വേണ്ടി ഞാൻ ഷുഗർ കണ്ടന്റ് കട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഉണ്ണിയപ്പം നീ തന്നെ കഴിച്ചോ. അത് ശരി. ഇത്രയും കാലം ദിവസം എന്നെ കൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കി കുട്ടൻ തന്നെയാണ് ഈ പറയുന്നേ. ഇന്ന് കുട്ടന്റെ ദിവസം, ഇവനാണ് ഇന്നത്തെ ഹീറോ. ഇഷ്ടമല്ലെങ്കിൽ നീ തിന്നണ്ട. നിനക്ക് എന്താ വേണ്ടത്? വെജും നോൺ വെജും എല്ലാം ഒരുക്കിയിട്ടുണ്ട് അല്ലേ ജാനകി? പിന്നെ ദേ എല്ലാം ഇരിപ്പുണ്ട്. ചിക്കൻ ഫ്രൈ ഉണ്ട്, പ്രോൺസ് കറി ഉണ്ട്. ഇതൊക്കെ ഏട്ടൻ ഇഷ്ടപ്പെട്ട പഴയ കടയില്ലേ, ഇസ്മാലിക്കട കട, അവിടുന്ന് സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞു വരുത്തിയതാ. സ്മൃതി, ദേ ഇതൊക്കെ അങ്ങോട്ട് വിളമ്പി കൊടുത്തേ. നിനക്ക് പ്രോൺസ് കറി ഉണ്ടോ? ആ, അന്നാ എനിക്ക് ആദ്യം വിളമ്പി തരുമോ? പ്രോൺസിന്റെ ആളില്ലാത്ത സ്ഥിതിക്ക് അതെനിക്ക് നിറയെ വിളമ്പിക്കോ. പറയും പോലെ ഋഷി എന്താ വരാത്തത്? ഇന്നത്തെ വിരുന്നിന്റെ കാര്യം അവനോട് പറഞ്ഞിട്ടില്ലേ? ഒക്കെ പറഞ്ഞതാ, നോക്കട്ടെ ശ്രമിക്കാന്നൊക്കെ അവൻ പറഞ്ഞതാ. ഇന്ന് വിളിച്ചപ്പോ ബിസി വിത്ത് മൈ വർക്ക് എന്ന് പറഞ്ഞ ഒരു ഉഴപ്പുഴപ്പി. അവല്ലാതൊരു കഷ്ടമായി പോയി. ഞാൻ അവനെ വിളിച്ചു നോക്കിയതാ. ക്ലബ് ഹൗസോ റിസോർട്ടോ അതല്ലാതെ ടൂറിസത്തിന്റെ എന്തോ പെർമിഷന്റെ കാര്യത്തിനോ എന്തൊക്കെയോ ഓട്ടത്തിലാന്ന് പറഞ്ഞവൻ. എല്ലാം കഴിഞ്ഞങ്ങ് വരട്ടെ, ഞാൻ നല്ല ഡോസ് കൊടുക്കുന്നുണ്ട്. ഫാം ഹൗസിനുള്ള സൂപ്പർ പ്ലേസ് ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്നെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചില്ല ദുഷ്ടൻ. സ്മൃതി, എന്നാ ഞാനും ഉണ്ട് നിന്റെ കൂടെ. റിസോർട്ടിൽ വെച്ച് കണ്ടപ്പോ ഇങ്ങനൊരു പ്ലാൻ ഉണ്ടെന്ന് പറയല്ലാതെ അവൻ എന്നൊന്നും കാണിച്ചിട്ടില്ല. അയ്യോ, പ്ലാനിങ്ങും എക്സിക്യൂഷനും ഒക്കെ അപ്പനും മോനും കൂടെയല്ലേ, നമ്മളൊക്കെ ഔട്ട്. അതെ, വെറുതെ എല്ലാവരും കൂടി അവന്റെ മെക്കെട്ട് കയറണ്ട. കുറച്ചു നാളുകൂടി കുട്ടന്റെ ട്രീറ്റ്മെന്റ് നീണ്ടുപോകുന്ന കരുതിയ എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിട്ട് ഋഷി അങ്ങനെ വെച്ചത്. അല്ലാതെ അങ്ങനെ രഹസ്യ പ്ലാനിംഗ് ഒന്നുമില്ല. അറിയോ, അവന്റെ പേരിൽ എഴുതിക്കോളാൻ പറഞ്ഞിട്ടും കേട്ടില്ല. ഇത് സിദ്ധുവിന്റെ പേരിലാവൻ തുടങ്ങുന്നേ. അത്രയ്ക്കും കുടുംബസ്നേഹം ഉള്ളവനാ എന്റെ മൻ. എന്നാലും അവനും കൂടെ കൂടെ ഇവിടെ വേണ്ടതായിരുന്നു. നമ്മുടെ ലാലേട്ടൻ സ്റ്റൈലിൽ പറഞ്ഞാലേ, അവനില്ലാതെ എന്താ കുശം? എന്താ ഏട്ടാ? കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തു കൊടുക്ക. വെള്ളം കൊടുക്ക. ഇത് ഇക്കാന്റെ കടലിലെ പ്രോൺസ് തന്നെയാണോ? അല്ല, എരിവുണ്ടെങ്കിലേ വെള്ളത്തിനേക്കാൾ നല്ലത് ജ്യൂസ് കുടിക്കുന്നതാ. മായേ, ഞാൻ ജ്യൂസ് എടുത്തോണ്ടോന്നേ. അതെ, ദേ പറഞ്ഞില്ല, ജ്യൂസ് എത്തിക്കഴിഞ്ഞു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.